Am I audible? Yes. Okay. So may the name of the Lord be glorified. I thank God for giving me this wonderful opportunity to sit here before you all and to deliver a short message. നിങ്ങളുടെ മുൻപാകെ ആയിരുന്നുകൊണ്ട് ഒരു സന്ദേശം നൽകുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. This is the first time that I'm doing any such sort of service, and this is the first time I've been given this responsibility. So please do bear with me and keep in your prayers. ഞാൻ ആദ്യമായിട്ടാണ് ഈ നിലയിൽ ഒരു ശുശ്രൂഷ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ നിലയിൽ കരുതുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. For tonight, I wanted to share a small thought that I had while reading from the Gospel according to Luke. So please turn with me to Luke chapter 13, verse 4. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നൊരു ഭാഗമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13 അതിന്റെ 4-ാമത്തെ വാക്യം. Those 18 on whom the tower in Siloam fell and killed them, do you think that they were worse sinners than all other men who dwelt in Jerusalem? May His name be glorified. I feel that the reason why this portion caught my eye is because it's one of the few times that I've seen our Lord Jesus Christ use an event from His day-to-day life to explain something serious. ഈ ഭാഗത്ത് നിന്ന് ഞാൻ എടുക്കുവാനുണ്ടായതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് നാം വളരെയധികം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ഗൗരവകരമായി കാണേണ്ട ഒരു വസ്തുതയെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ വിശദീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. This is an incident just like any other that we may hear in our newspapers or on a news channel. ഇത് നാം നമ്മുടെ പത്രങ്ങളിലോ അല്ലെങ്കിൽ നാം ന്യൂസ് ചാനലിലോ ഒക്കെ കാണുന്നതിന് തുല്യമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. And this incident has never been mentioned anywhere else in the Bible or in any of the other Gospels of. ഇത് തിരുവചനത്തിൽ മറ്റൊരു ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു സുവിശേഷങ്ങളിലോ ഒന്നും തന്നെ ഈ ഒരു സംഭവം പ്രതിപാദിക്കുന്നില്ല. And from a very young age in Sunday school, we've always been taught that the four Gospels portrays Jesus in 4 different ways. ചെറിയ സൺഡേ സ്കൂൾ കാലം തൊട്ട് നാം കാണുന്നത് ഞാൻ പഠിച്ചിട്ടുള്ളത് 4 സുവിശേഷങ്ങളും നമ്മുടെ കർത്താവിനെ 4 വിവിധങ്ങളായ നിലയിലാണ് വരച്ചു കാണിക്കുന്നത്. In the Gospel according to Matthew, he's been depicted as a perfect king. In the Gospel according to Mark, he is depicted as a perfect servant or a perfect minister. And the Gospel according to John, he is depicted as the perfect God and the perfect Savior. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തില് നമ്മുടെ കർത്താവിനെ ഒരു രാജാവായിട്ടും, എന്നാൽ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവിനെ ഒരു ദാസനായിട്ടും, യോഹന്നാന്റെ സുവിശേഷത്തിൽ അവന് പൂർണ്ണ ദൈവം എന്ന നിലയിലുമാണ് വരച്ചു കാണിച്ചിരിക്കുന്നത്. But in the Gospel according to Luke, he is portrayed as the perfect man. And I feel it's very fitting considering that Luke also was a physician. എന്നാൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പൂർണ്ണ മനുഷ്യനായ കർത്താവിനെയാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. അത് ലൂക്കോസിനെ സംബന്ധിച്ച് അത്യന്തം യോജിക്കുന്ന ഒരു വസ്തുതയായിട്ടിരിക്കുന്നു. കാരണം താൻ തന്നെ ഒരു വൈദ്യനായിരുന്നു. And I feel that in the same way that one might use an example of something tragic that happened in their own personal lives or something that they've heard, or like the COVID pandemic that's going on right now, it's in a very similar way that he's using this to explain something. നാം ഈ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം ദുരന്തപൂർണമായ എന്തെങ്കിലും സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കോവിഡ് മഹാവ്യാധി ആ നിലയിലെ ഒരു സംഭവമാണെങ്കിൽ കൂടി ആ നിലയിലോ അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ ലൂക്കോസ് വിശദീകരിക്കുന്നത്. Here Jesus uses an example of an incident that happened in Siloam, which was near to Jerusalem, and I feel this further helps to humanize him and see just how much of a human he had to become. ഇവിടെ ഈ പറയുന്ന സംഭവം യെരുശലേമിനടുത്തുള്ള ശിലോഹം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. എന്നാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് കർത്താവിനെ ഒന്നും കൂടി കർത്താവിന്റെ ആ മാനുഷിക മുഖം നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. Here he talks of a tower in Siloam which had fallen over and killed 18 people. And we can assume that this was near the other pool. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ശിലോഹം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗോപുരം
വീഴുകയും അവിടെ 18ഓളം മനുഷ്യർ മരിച്ചു വീഴുകയും ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. We can assume that this was near the pool where Jesus had told a blind man to wash his eyes after he had smeared mud on his eyes. ഈ ശിലോഹം ഗോപുരം എന്നുള്ളത് ആ ശിലോഹം കുളത്തിനരികെയുള്ള ഒരു ഗോപുരമായിരിക്കണം. അവിടെ വെച്ചാണ് കർത്താവ് അന്ധനായ ഒരു മനുഷ്യനോട് ആ കുളത്തിലെ ചേറെടുത്തിട്ട് അവന്റെ കണ്ണിൽ പുരട്ടി ആ നിലയിൽ അവനെ സൗഖ്യമാക്കുന്ന ആ ഒരു സംഭവവും നടന്നതെന്ന് നമുക്ക് അനുമാനിക്കുവാനായിട്ട് സാധിക്കും. And we read that in John chapter 9. But as always, whenever we're learning from the Word of God, it's always imperative that we look at the context and the verses around it. ഇത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് നമുക്ക് ആ സൗഖ്യമാക്കുന്ന ചരിത്രം കാണുവാൻ സാധിക്കുന്നത്. നാം തിരുവചനം പഠിക്കുമ്പോഴൊക്കെയും നാം പഠിക്കേണ്ടത് അതിന്റെ പശ്ചാത്തലം കൂടി മനസ്സിലാക്കി വേണം ഓരോ ഭാഗങ്ങളും നാം ചിന്തിക്കുവാൻ. So I would like to read verses 1 down to 5. അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. They were present at that season some who told him about the Galileans, whose blood Pilate had mingled with their sacrifices. And Jesus answered and said to them, Do you suppose that these Galileans are worse sinners than all other Galileans, because they suffered such things? I tell you, no, but unless you repent, you will all likewise perish. Or those 18 on whom the tower in Siloam fell and killed them, do you think that they were worse sinners than all other men who dwelt in Jerusalem? I tell you, no, but unless you repent, you will all likewise perish. ഇവിടെ നാം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കാൻ എല്ലാ ഗലീലക്കാരിലും പാപികളായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അല്ല, ശിലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ 18 പേർ യെരുശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാതിരുന്നാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. As we can see from history, the Jews and the Galileans weren't always very concerned about each other, and they weren't always on the same side. They had some issues between them sometimes. നാം ചരിത്രം പരിശോധിച്ചാൽ ഗലീലക്കാരും യഹൂദന്മാരും അല്പം വിഷയങ്ങൾ ചേർന്ന് പോകാത്ത നിലയിലുള്ള ചില കാര്യങ്ങൾ അവരുടെ മധ്യം ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. So here we see some Jews near Jerusalem who had been telling Jesus about all this that happened in Galilee. ഇവിടെ ചില യഹൂദന്മാർ കടന്നു വന്നിട്ട് കർത്താവിനോട് ഗലീലയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ അറിയിക്കുകയാണ്. And according to the first verse, he mingled their blood with their sacrifices. ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു അവരുടെ യാഗങ്ങളോട് ചോര കലർത്തി എന്ന് നാം വായിക്കുന്നുണ്ട്. So we can assume by what this meant was that Pontius Pilate, the same who would eventually give Jesus to be crucified, he was the same one that had persecuted some Galileans over here around the time when they were worshipping and sacrificing to their God. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പൊന്തിയോസ് പീലാത്തോസ് കർത്താവിനെ ക്രൂശിക്കുവാൻ വിധിച്ച അതേ ആ അധിപൻ തന്നെ ഇവിടെ ചില ഗലീലക്കാരെ പീഡിപ്പിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് അവർ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീഡിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. So these people may have also been worried or frustrated about what could happen to them. If this could happen to them, like it could have also happened to the Jews in Jerusalem. അപ്പോൾ ഇവിടെ യഹൂദന്മാർക്ക് ഒരു ഭയമുണ്ടായി, ഈ ഗലീലക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ യെരുശലേമിലുള്ള ഞങ്ങൾക്കും ഇത് വൈകാതെ ഞങ്ങളുടെ ജീവിതത്തിലേക്കും ഈ ഒരു സംഭവം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു ഭയത്തിലാണ് അവർ. But overall they also believed that they deserved their gruesome deaths because of some past sins that they may have committed. എന്നാൽ യഹൂദന്മാർ അതേ സമയം തന്നെ ഈ നിലയിലും അവർ ചിന്തിച്ചു ഗലീലക്കാർ ഇതിന് ഇങ്ങനെ ഒരു അനുഭവത്തിന് യോഗ്യന്മാരായിരുന്നു, കാരണം അവരുടെ ജീവിതത്തിൽ അവർ പിന്നിൽ ചെയ്ത ചില പാപങ്ങൾ മുഖാന്തരം. And this is why Jesus continues to ask if that's what they really believe, because most of the times in the Old Testament, especially in the Bible, അത് കർത്താവ് അതുകൊണ്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആ നിലയിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കാരണം പല സന്ദർഭങ്ങളിലും പഴയ നിയമങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് when someone is killed in a very unique or a particularly bad or tragic way, it's because God wanted to make an example of them in front of his people.
ആരെങ്കിലും ദാരുണമായിട്ട് കൊല ചെയ്യപ്പെട്ടാൽ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ദൈവം ആ നിലയിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു ഉദാഹരണമായിട്ട് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ദാരുണമായ ശിക്ഷ കൊടുത്തതാണ് എന്നുള്ള ഒരു കാര്യമാണ്. And he did this to make sure that his people wouldn't continue to indulge in such the same sinful behavior, which we can see in the cases of like Korah and Dathan, and also further on in the New Testament in the case of Ananias and Sapphira. ഇത് ദൈവം ഈ നിലയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ഒരു ശിക്ഷ കണ്ടിട്ട് ജനം പിന്നെയും ആ പാപത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ദാരുണമായ ശിക്ഷ ദൈവം കൊടുത്തിരുന്നത്. അത് നമുക്ക് പഴയ നിയമത്തിൽ കോരഹിന്റെയും ദാതാന്റെയും ചരിത്രത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ അനന്യാസിന്റെയും സഫീറയുടെയും ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. But in this instant, we're not given any extra context as to why they had to die this way about either of these two incidents. എന്നാൽ ഈ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ എന്തുകൊണ്ട് ഈ നിലയിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നതിന്റെ യാതൊരുവിധമായ പശ്ചാത്തലവും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. There was no immediate logic as to why it had happened. So they took the most obvious, sensible approach and thought that it was a result of their sins. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് യാതൊരുവിധമായ കാരണങ്ങളും നമുക്ക് ചിന്തിക്കത്തക്ക കാരണങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിലും ആദ്യമായിട്ട് അവരുടെ ചിന്തയിലേക്ക് വന്നത് ഒരുപക്ഷെ അവരുടെ പാപം മുഖാന്തരമായിരിക്കാം എന്നുള്ള ഒരു അനുമാനത്തിൽ അവർ എത്തിച്ചേർന്നു. And this is why Jesus then took the example of the 18 people that died in their own city in Jerusalem. അത് മുഖാന്തരമാണ് യെരുശലേമിൽ യഹൂദന്മാരുടെ തന്നെ സ്വന്തം പട്ടണത്തിൽ നടന്ന ഒരു അപകടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് അവരോട് മറുചോദ്യം ചോദിക്കുന്നത്. And he used it to further explain that it wasn't in fact justified to say that they had died unnaturally because they had committed worse sins than those of the people around them. ഇത് കർത്താവ് അവരോട് ഈ നിലയിൽ ഒരു ചോദ്യം ചോദിച്ചത് അവർ പറഞ്ഞ കാരണത്തിന് യാതൊരുവിധമായ അടിസ്ഥാനവുമില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. Each and any one of these people around could have been crushed by that tower or could have been killed by Pilate if they were in the wrong place at the wrong time. ഇവിടെ ഈ കർത്താവിന്റെ അടിയിലേക്ക് വന്ന് ഈ ചോദ്യം ചോദിച്ച ആർക്കും ആ സമയത്ത് അവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഗോപുരം വീണ് മരിക്കാമായിരുന്നു. അല്ല എങ്കിൽ അവർ ഒരുപക്ഷെ പീലാത്തോസിനാൽ പീഡിപ്പിക്കപ്പെടാമായിരുന്നു. അവർ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതാർക്കും സംഭവിക്കാവുന്നതായിരുന്നു. But it was God's will that these particular people had to die, and we can't question God's will. We don't know why exactly it happened, but it did. എന്നാൽ അങ്ങനെ ആ 18 പേർ മരിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമായിരുന്നു, ദൈവത്തിന്റെ ആലോചനയിലുള്ള കാര്യമായിരുന്നു. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത് ആ നിലയിൽ സംഭവിച്ചു. And Jesus takes this to say that no one, unless they could repent of their sins, can escape this punishment. കർത്താവ് അത് മാത്രമല്ല അവരോട് പറയുന്ന ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് മാനസാന്തരപ്പെടാതിരുന്നാൽ ആർക്കും തന്നെ ഈ ശിക്ഷാവിധിയിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനായിട്ട് സാധിക്കുകയില്ല. And here he doesn't talk about the punishment of physical death, but of the eternal death that they would face after they left the world. എന്നാൽ കർത്താവ് ഇവിടെ ഇവരോട് സംസാരിക്കുന്നത്, കർത്താവ് അർത്ഥമാക്കുന്നത് അവർക്ക് അക്ഷരീകമായിട്ട് വന്നു ഭവിക്കുന്ന ആ സ്വാഭാവിക മരണമല്ല, മറിച്ച് അവർ നേരിടുവാൻ പോകുന്ന നിത്യമായ മരണത്തെ കുറിച്ചാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. And knowing this is exactly why he emphasized this and said this twice in verses 3 and 5. I tell you, no, but unless you repent, you will all likewise perish. കർത്താവ് അതുകൊണ്ടാണ് 2 വാക്യങ്ങളിൽ, 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും ഈ നിങ്ങൾ മാനസാന്തരപ്പെടാതിരുന്നാൽ എല്ലാവരും നശിച്ചു പോകുമെന്ന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആവർത്തിച്ചു പറയുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. And this was a very important step at that moment of time, since this was before the eventual crucifixion of our Lord Jesus Christ. ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുതയായിട്ടിരിക്കുന്നു. കാരണം ഇത് കർത്താവിന്റെ ക്രൂശീകരണത്തിന് മുൻപ് നടന്ന ഒരു സംഭാഷണവും ഒരു സംഭവമാണ്. And this is also why John the Baptist was urging people to repent and then be baptized for repentance. ഇവിടെ ഇതേ സമയത്ത് തന്നെ യോഹന്നാൻ സ്നാപകൻ മാനസാന്തരപ്പെട്ട് അവർ സ്നാനപ്പെടുവാൻ വേണ്ടി ആ നിലയിൽ ഒരു മാനസാന്തരത്തിന്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. If they that had died had been greater sinners than the rest of the people in Jerusalem, ഈ മരിച്ചവർ യെരുശലേമിലുള്ള മറ്റു മനുഷ്യരിലും കൂടിയ പാപികളായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പാപം കൂടിയ കുറ്റക്കാരായിരുന്നു എന്നിരുന്നെങ്കിൽ,
then it would have also meant that they that didn't die, that didn't perish, were better than these that did. എന്നാൽ അത് ഇങ്ങനെ ഈ നിലയിൽ അർത്ഥമാക്കുവാനായിട്ട് സാധിക്കും. അവിടെ മരിക്കാതിരുന്നവർ ഈ മരിച്ചവരെക്കാൾ നല്ല വ്യക്തികളായിരുന്നു എന്ന് അനുമാനിക്കേണ്ടതായിട്ട് വരും. And Jesus knew that because they had been spared this far, they might be falsely led to believe that they were better followers of God than the others that had passed away. കർത്താവ് ഇവിടെ തന്റെ അർത്ഥമാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കടന്നു വന്ന് ഈ പറഞ്ഞു ചിന്തിച്ചവരുടെ ഉള്ളിലുള്ള ചിന്താഗതി, ഞങ്ങൾ ആ ഒരു സംഭവത്തിൽ അകപ്പെടാതിരുന്നത് കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ ഞങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ അനുഗമിക്കുന്നവരിൽ മെച്ചമായവരാണ്, മികച്ചവരാണെന്നൊരു തോന്നൽ അവരിലുണ്ട് എന്ന് കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. And this is why in verse 5 and verse 3 he strikes that idea down immediately. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ 3-ാം വാക്യത്തിലും 5-ാം വാക്യത്തിലും അങ്ങനെ ഒരു ചിന്താഗതിയെ നീക്കിക്കളയുന്നതക്ക നിലയിൽ ഒരു പ്രസ്താവന ഇവിടെ നടത്തുന്നത്. And this draws parallels to the parable of the Pharisee and the tax collector from chapter 19 verses 9 to 14 from the same book. ഇതേ പുസ്തകത്തിൽ തന്നെ 19-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യത്തിൽ നമുക്കവിടെ ആ പരീശന്റെയും ചുങ്കക്കാരന്റെയും ഉപമയിൽ നിന്നും വളരെയധികം താരതമ്യങ്ങൾ നമുക്ക് ഈ സംഭവത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനായിട്ട് സാധിക്കും. And we all know this parable. We've all heard this parable many times. നമുക്ക് എല്ലാവർക്കും വളരെ നന്നായി അറിയാവുന്ന ഒരു ഉപമയാണ്. വളരെയധികം പ്രാവശ്യം നാം ഇത് കേട്ട ഒരു ഉപമയുമാണ്. So another lesson that can be pulled from this is that one should never be too quick to judge another. നാം ഇതിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം എന്നുള്ളത് മറ്റൊരാളെ വിധിക്കുന്നതിൽ അല്ലെങ്കിൽ മറ്റൊരാളെ നാം വളരെ വേഗം വിധിക്കുവാനായിട്ട് പാടുള്ളതല്ല. And so this also ties into the last few verses of chapter 12. ഇത് നാം 12-ാം അധ്യായത്തിന്റെ അവസാനത്തെ ചില വാക്യങ്ങളോട് ചേർന്ന് നമുക്ക് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാനായിട്ട് സാധിക്കും. Luke 12 verse 58 reads, "When you go with your adversary to the magistrate, make every effort along the way to settle with him, lest he drag you to the judge deliver you to the officer throw you into prison." അവിടെ നാം 58-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പ്രതിയോഗിയോടുകൂടെ അധികാരിയുടെ അടുക്കൽ പോകുമ്പോൾ വഴിയിൽ വെച്ച് അവനോട് നിരന്നുകൊള്ളുവാൻ ശ്രമിക്കുക, അല്ലാതിരുന്നാൽ അവൻ നിന്നെ ന്യായാധിപന്റെ മുമ്പിൽ ഇഴച്ചുകൊണ്ടു പോവുകയും ന്യായാധിപൻ നിന്നെ കോൽക്കാരന്റെ പക്കൽ ഏൽപ്പിക്കുകയും കോൽക്കാരൻ തടവിലാക്കുകയും ചെയ്യും. And this is another instance where he urges us to cleanse, purify and examine ourselves before looking at others. ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു സംഭവം എന്നുള്ളത് ഈ വാക്യത്തിൽ മറ്റൊരു സംഭവം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നാം മറ്റുള്ളവരെ ന്യായം വിധിക്കുന്നതിന് മുൻപായി നാം നമ്മിലേക്ക് തന്നെ നോക്കി നമ്മെ ശോധന ചെയ്ത് ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. Although we most probably won't be thrown into prison for our earthly sins, we will still be judged. നാം ഒരുപക്ഷെ നമ്മുടെ ഭൂമിയിൽ ചെയ്യുന്ന ആ പാപങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മെ ആ കാരാഗ്രഹത്തിലാക്കിയില്ലെങ്കിൽ കൂടിയും നമ്മുടെ പാപങ്ങൾക്ക് നാം ന്യായം വിധിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. Most of us Malayalis and all of the Malayalam news channels nowadays, it seems that after the COVID pandemic they only have one other topic to talk about. നമുക്കറിയാം ഈ എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ മലയാളം വാർത്താ ചാനലുകൾക്കെല്ലാം ഈ കോവിഡിന് ശേഷം സംസാരിക്കുവാൻ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. And that is of course of the gold smuggling that went through our very own embassy in Kerala. എംബസിയിൽ നടന്ന അല്ലെങ്കിൽ UAE എംബസിയിൽ കൂടി നടന്ന ആ സ്വർണ്ണ കള്ളക്കടത്തിനെ ബന്ധപ്പെടുത്തിയുള്ളതാണ്. And while so many wait holding their breath for the outcome of the investigation and they hope that the real criminals do be put to justice, പലരും ഈ ഒരു അന്വേഷണത്തിന്റെ ആ അവസാനത്തിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ കുറ്റക്കാർ എല്ലാവരും ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി ഇരിക്കുമ്പോഴും we must not forget, especially us, we must not forget that though we have been spared from the punishment through the death of our Lord Jesus Christ, the day will come when we must face the most righteous judge. നാം ഒരു കാര്യം പ്രത്യേകിച്ച് വിശ്വാസികളായ നാം ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ആ നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെട്ടു എങ്കിലും ഒരു ദിവസം ആ നിത്യന്യായാധിപന്റെ മുൻപാകെ നാം നിൽക്കേണ്ടവരാണെന്നുള്ള യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. And at that time we will have to answer for every single sin that we may have committed in our time on the earth. നാം ആയിരുന്നപ്പോൾ ചെയ്ത എല്ലാ പാപങ്ങൾക്കും നാം കണക്ക് കൊടുക്കേണ്ട ഒരു സമയമായിട്ട് അതിരിക്കുന്നു. And we know that
no one, regardless of personal wealth or stature, none is spared but by the grace of our Savior and our faith in Him to save us. നമുക്കറിയാം നമ്മുടെ ഏത് വ്യക്തിയുടെയും ആ പേരിനെ ബന്ധപ്പെടുത്തിയല്ല അവരുടെ സ്ഥാനമാനങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവരും തന്നെ നാം ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവിന്റെ മുൻപാകെ നമ്മുടെ രക്ഷകന്റെ മുൻപാകെ തുല്യരാണെന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. Coming back to chapter 13, from verses 6 to 9, he talks of another parable. നാം 13-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു ഉപമ കർത്താവ് സംസാരിക്കുകയാണ്. And this is the parable of the barren fig tree, as George Matthew Uncle also explained. ഇവിടെ നമുക്ക് കാണാൻ ഫലം കായ്ക്കാതിരുന്ന ആ ഒരു അത്തിവൃക്ഷത്തിന്റെ ഉപമയാണ് ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് പ്രിയ ജോർജ് മാത്യു സഹോദരനും സംസാരിച്ചിരുന്നത്. And here we see that Jesus in our lives plays the role of the vineyard keeper. ഇവിടെ നമുക്കറിയാം കർത്താവ് നമ്മുടെയൊക്കെയും ജീവിതങ്ങളിൽ ഒരു മുന്തിരിത്തോട്ടത്തിന്റെ ആ തോട്ടക്കാരന്റെ ആ ഒരു സ്ഥാനമാണ് വഹിക്കുന്നത്. And without him and without what he had accomplished, none of us would still be here. We would have simply been cut off. കർത്താവ് ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ അവന്റെ ആ ഒരു സ്ഥാനം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നാം എല്ലാവരും ഇവിടെ നിന്ന് വെട്ടിക്കളയപ്പെടേണ്ടവരായിരുന്നു. And this is why we must be perseverant and use what has been graciously, compassionately given to us for His will. നമുക്കറിയാം കർത്താവ് ക്ഷമയോടുകൂടെ അവന്റെ ഹിതത്തിൻ പ്രകാരം അവൻ നമ്മെ കാത്ത് ഓരോ വർഷവും നമ്മുടെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്ത് നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. And this is what we must use to fight the good fight and to bear good, useful fruit. എന്നാൽ ഈ ഒരു സ്വാതന്ത്ര്യമാണ് പലപ്പോഴും നാം ദുരുപയോഗം ചെയ്തിട്ട് ഒരു നല്ല നിലയിൽ ഒരു ഫലം കായ്ക്കാത്ത നിലയിലേക്ക് ആയി തീരുവാനുള്ള കാരണം. And just like the water pots that were set aside at the wedding of Cana, നമുക്കറിയാം ആ കാനാവിലെ കല്യാണത്തിന് ആ നീക്കി വെച്ചിരുന്ന കൽപാത്രങ്ങളുടെ പോലെ they were set to the side. Their only purpose was to wash. അവരെ മാറ്റിവെക്കപ്പെട്ടവയായിരുന്നു. അത് ശുദ്ധീകരണത്തിന് വേണ്ടി മാത്രമായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. But it was only when Jesus Christ saw that He could use them that those water pots found their true purpose. എന്നാൽ കർത്താവ് അവയെ കണ്ടപ്പോൾ മാത്രമാണ് അതിന്റെ യഥാർത്ഥ ഉപയോഗം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്രദമായി മാറിയത്. And this is why we must ever be ready to be used in whichever way He has planned for each and every one of us. അതുകൊണ്ടാണ് നാം ഏതു സമയത്തും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടി ഏതു സമയത്തും തയ്യാറായിരിക്കേണ്ടതിന്റെ ആവശ്യകതയുള്ളത്. And this is also why we have to guard ourselves from all kinds of malice and wrongdoing to protect the faith. അതുകൊണ്ട് തന്നെയാണ് നാം നമ്മെ തന്നെ എല്ലാവിധമായ മാലിന്യത്തിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മുടെ വിശ്വാസം കാത്തുകൊണ്ട് നമ്മെ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുമുള്ളത്. Because if by any chance we slip or we backslide, we will only be giving other people, other non-believers, an opportunity to say that they were better. എന്നാൽ നാം ഏതെങ്കിലും ഒരു നിലയിൽ പിന്മാറ്റത്തിലോ അല്ലെങ്കിൽ അഴുക്കിൻ്റെതായ സാഹചര്യത്തിലോ പോയാൽ അവിശ്വാസികളായ ആൾക്കാർ നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയായിത്തീരും, അവരെക്കാൾ ഞങ്ങൾ നല്ലവരാണ് എന്ന്. This is why God puts us through sufferings for His own reasons. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ കർത്താവ് നമ്മെ കഷ്ടതകളിൽ കൂടി തന്റേതായ കാരണങ്ങൾ കൊണ്ട് കടത്തിവിടുവാൻ സാഹചര്യം ഒരുങ്ങുന്നത്. Because it is only when we realize that in due time what He has planned for us, that do we get molded in the way that He wants us to be. നാം അത് അങ്ങനെ ആ ഒരു നിലയിൽ മാത്രമേ കർത്താവ് ആഗ്രഹിക്കത്തക്ക നിലയിൽ നാം ആയി തീരേണ്ടതിന് വേണ്ടി നമ്മെ പാകപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ ഈ വഴിയിൽ കൂടിയൊക്കെയും കടത്തി വിട്ടതെന്ന് നാം ആ തക്ക സമയത്ത് നാം തിരിച്ചറിയുകയുള്ളൂ. And this is no doubt what Paul had in mind when we see what is written in Romans chapter 8 verses 1 and 2. ഇതേ ഒരു യാഥാർത്ഥ്യമാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 1ഉം 2ഉം എഴുതുമ്പോൾ പൗലോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്. There is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh, but according to the Spirit. For the law of the Spirit of life in Christ Jesus has made me free from the law of sin and death. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു.
And finally, I would like to read from 2 Corinthians chapter 4 verses 16 to 18. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Therefore we do not lose heart, even though our outward man is perishing, yet the inward man is being renewed day by day. For a light affliction, which is but for a moment, is working for us a far more exceeding and eternal weight of glory. While we do not look at the things which are seen, but at the things which are not seen. For the things which are seen are temporary, but the things which are not seen are eternal. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഗണം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. I hope that this has in some small way been able to encourage us to be more bold in the face of adversity and the face of all the suffering that we may have to endure while we still are on this earth. ഒരുപക്ഷെ ഇതൊക്കെയും ഈ സംസാരിച്ചതിൽ നിന്നും നാം ഈ കടന്നു പോകുന്ന ഈ പ്രയാസമേറിയ സാഹചര്യത്തിൽ ധൈര്യത്തോടെ കൂടി നിൽക്കുവാനും അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്ന ആ കഷ്ടതകളിൽ നമുക്ക് ധൈര്യത്തോടു കൂടി നിൽക്കുവാനും സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. May the name of the Lord be glorified, and I thank God for giving me this opportunity once again to deliver this message, and may His name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ഈ നിലയിൽ ഈ സന്ദേശം ദൈവസഭയുടെ മുൻപാകെ ശുശ്രൂഷിക്കുവാൻ ഇടയാക്കിയതോർത്ത് ഞാൻ ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിൽ നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.